ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്നൊരു ചൊല്ലുണ്ട്. നമ്മൾ തല്ലി പഴുപ്പിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ തല്ലി പഴുപ്പിച്ച ലാലേട്ടനും ബിഗ് ബോസും കൂടെ തല്ലി പഴുപ്പിച്ചൊരു കൂട്ടുകെട്ടാണ് ഷാനവാസ് അനീഷ് കൂട്ടുകെട്ട്. അവർക്ക് അങ്ങനെ ടോം ആൻഡ് ജെറി ഫൈറ്റ് ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. സുഹൃത്തുക്കളായിട്ടൊന്നും മുന്നോട്ട് പോകാൻ, അതായത് നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന തരം സുഹൃത്തുക്കളായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. നമ്മുടെ അനീഷിന്റെ കയ്യിലുണ്ടായിരുന്ന കോയിൻ ഉണ്ടല്ലോ, ആ ഡയറക്ടർ നമ്മുടെ ജിത്തു ജോസഫ് ഒക്കെ വന്ന് കഥ പറഞ്ഞപ്പോൾ കിട്ടിയ കോയിൻ, ആ കോയിൻ ആദിലെടുത്ത് ഒളിപ്പിച്ചു വയ്ക്കുന്നു. ഇന്ന് അനീഷുമായിട്ട് വഴക്കുണ്ടായതിനു ശേഷം ഇനി എനിക്ക് അയാളെ കോയിനൊന്നും വേണ്ട, ഞാൻ തമാശയ്ക്ക് എടുത്ത് വെച്ചാണ് ഞാൻ തിരിച്ചു കൊടുക്കാൻ പോകുന്നു എന്ന് ആദില പറഞ്ഞപ്പോൾ ഷാനവാസ് പറയുന്നു, അത് നീ എൻ്റെ കയ്യിൽ തന്നേക്ക്, ഞാൻ വെച്ചോളാം എന്ന് പറയുന്നു. അങ്ങനെ ഷാനവാസ് അത് വാങ്ങി വയ്ക്കുന്നു. അതിനുശേഷം അനീഷ് ക്യാമറയിൽ പോയിട്ട് കംപ്ലൈൻറ്റ് പറയാണ് ബിഗ് ബോസിൻ്റെ അടുത്ത്, ആ ഒരു കോയിൻ കാണാനില്ല, എനിക്കത് വളരെ വിലപ്പെട്ടതാണ്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കോയിൻ കിട്ടുന്നത് എന്നിങ്ങനെ പറയാനായിട്ട് തുടങ്ങുമ്പോഴേക്ക് ഷാനവാസും ജിഷ്ണും കൂടെ അവിടെ വന്നു. ഇത് അനീഷിന് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ അവിടെ നിന്ന് പോകണം, എനിക്ക് വളരെ സീരിയസ് ആയിട്ട് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം ബിഗ് ബോസിൻ്റെ അടുത്ത് പറയാനുണ്ട് എന്ന് അനീഷ് പറയുന്നു. പക്ഷേ ഷാനവാസ് പോകുന്നില്ല. ഷാനവാസ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ ലൈഫിൽ കുറേ അങ്ങനത്തെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടാവാം, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, അതും ഇത്രയും വലിയൊരു ഡയറക്ടറുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു സമ്മാനം കിട്ടുന്നത്. അതെനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ ബിഗ് ബോസിൻ്റെ അടുത്ത് പരാതി പറയാൻ വേണ്ടി നിൽക്കുകയാണ്. എൻ്റെ പേഴ്സണൽ സ്പേസിനെ മാനിക്കണം, അതുകൊണ്ട് ഷാനവാസ് പോയെന്ന് അനീഷ് പറഞ്ഞെങ്കിലും ഷാനവാസ് പോകുന്നില്ല. ഞങ്ങൾ ഇവിടെ നിൽക്കും എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് നിൽക്കുകയാണ്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഞാൻ വളരെ കഷ്ടപ്പെട്ട് എനിക്ക് കിട്ടിയതാണ്, നിങ്ങൾ എൻ്റെ പേഴ്സണൽ സ്പേസിനെ മാനിക്കണം, എല്ലാ കാര്യത്തിലും ഒരു ബൗണ്ടറി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് പറയുമ്പോൾ ഷാനവാസ് വിട്ടുകൊടുക്കുന്നില്ല. ഷാനവാസ് പറയുന്നുണ്ട്, നീ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് കിട്ടിയതല്ലോ, നമ്മളെല്ലാവരും കൂടെ ചേർന്ന് കിട്ടിയതാണ്. കാരണം ഇവരൊക്കെ ഒരു ടീമായിരുന്നല്ലോ അന്ന്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് കഷ്ടപ്പെട്ട് കിട്ടിയതാണ്. അപ്പോൾ ഉടനെ തന്നെ അനീഷ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ അത് വലിയ വാല്യൂ ഉണ്ടാവില്ല, എനിക്ക് അങ്ങനെയല്ല. അപ്പോൾ ഷാനവാസിന് ദേഷ്യം വന്നേ, ഞങ്ങൾക്ക് വാല്യൂ ഇല്ലയെന്ന് നീയാണോ പറയുന്നത്, നിനക്കെങ്ങനെ അങ്ങനെ പറയാൻ പറ്റും, ഞങ്ങൾക്കത് വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നീട് വീണ്ടും തമാശ പറയുന്നുണ്ട്, കളിയടിക്കുന്നുണ്ട്, നിങ്ങൾ ചിലപ്പോൾ വലിയ സിനിമാ താരങ്ങളും സീരിയൽ താരങ്ങളൊക്കെ ആയിരിക്കും, അതിൻ്റെ അഹങ്കാരം കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് അനീഷ് പോകുന്നു. സോ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇത് തല്ലിപ്പഴിപ്പിച്ച ഏച്ച് കെട്ടിയ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ഇതിൽ ഡീപ്പായിട്ടുള്ളൊരു സ്നേഹം, നിസ്വാർത്ഥമായൊരു സൗഹൃദം നമുക്ക് കാണാൻ കഴിയില്ല. അനീഷിനാണെങ്കിലും ഷാനവാസിനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതായി തോന്നുന്നില്ല. പിന്നെ ഇവരുടെ ഒരു കോംബോ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസമൊക്കെ ഉണ്ട് എന്ന് മാത്രം. ഈ ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ ഒരുപാട് കാലം ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുമെന്ന് തോന്നുന്നില്ല, സത്യസന്ധമായി പറഞ്ഞാൽ. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.